മസ്ക് പാർട്ടി പ്രഖ്യാപിച്ചത് എന്തിനാണ്? ഡൊണാൾഡ് ട്രംപ് പുതിയ നികുതി നയം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച്. നികുതി ഘടന മാറ്റരുത് എന്ന് ട്രംപ് സർക്കാർ വന്നപ്പോൾ മുതൽ മസ്ക് ആവശ്യപ്പെടുന്നതാണ്. ഘടന മാറ്റിയാൽ പുതിയൊരു പാർട്ടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതുമാണ്. നികുതി നിരക്കുകൾ മാറ്റി ദ ബ്യൂട്ടിഫുൾ ബിൽ എന്ന് ട്രംപ് വിശേഷിപ്പിച്ച് 24 മണിക്കൂർ തികഞ്ഞില്ല. അതിന് മുൻപ് മസ്കിന്റെ അമേരിക്കൻ പാർട്ടി രംഗത്ത് വന്നു. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും മാത്രമുള്ള അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടിയാകുമെന്നാണ് മസ്ക് പറയുന്നത്. അതത്ര എളുപ്പമല്ല. കാരണം അമേരിക്കയിൽ വേറെ പാർട്ടികൾ ഇല്ലാത്തത് കൊണ്ടല്ല മുഖ്യ തിരഞ്ഞെടുപ്പ് 2 പാർട്ടികൾ തമ്മിലായി ഇപ്പോഴും തുടരുന്നത്. 100ലേറെ സജീവമായ രജിസ്ട്രേഡ് പാർട്ടികൾ അമേരിക്കയിലുണ്ട്. ഇടതു പാർട്ടികൾ തന്നെ 20ലേറെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് USA, റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക, അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ തരാതരമുണ്ട്. സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടിയും സോഷ്യലിസ്റ്റ് ഇക്വാലിറ്റി പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടി USA-യും ഒക്കെയായി മറ്റൊരു കൂട്ടം വേറെയും. എന്നാൽ ഈ പാർട്ടികളെല്ലാം നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമുള്ളവയാണ്. ചിലതൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടെങ്കിലും മറ്റു ചിലത് സിംഗിൾ സ്റ്റേറ്റ് പാർട്ടികളാണ്. ഇതിൽ ഏതു ഗണത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ മസ്ക് പറയും അമേരിക്കയിലെ മൂന്നാമത്തെ പാർട്ടി എന്ന്. മസ്ക് അല്ലാതെ വേറെ ഏതെങ്കിലും നേതാക്കൾ വരുമോ എന്നും കണ്ടറിയണം. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ജനാധിപത്യത്തെ മുതലാളിമാർ കൈക്കലാക്കുന്നത് എങ്ങനെയെന്നുള്ള പാഠമാണിത്.